കുറേ കാലം പല്ല് ചവയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അതെ അതെ. ആക്ച്വലി പറയുകയാണെങ്കിൽ പുള്ളി വളരെ യങ്ങും ആണ്. അപ്പോൾ ഇത്രയും നേരത്തെ തന്നെ ഇങ്ങനെ പല്ലൊക്കെ പോകാൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും? ഇല്ല, പുള്ളിക്ക് യങ് ആയതുകൊണ്ട് തന്നെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, ഷുഗറോ പ്രഷറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ പല്ല് കേടുവന്നു. ഡോക്ടറെ, ലാസ്റ്റ് വന്നൊരു FMR കേസിലായിരുന്നോ ഡോക്ടർ ചെയ്തത്? അതെങ്ങനെയായിരുന്നു വന്നപ്പോഴത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നത്? ഓക്കെ, ലാസ്റ്റ് വന്ന കേസ് എന്ന് പറയുമ്പം പുള്ളിക്ക് മേലെ പല്ലുണ്ട്, കുറച്ച് പല്ലുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് പല്ലുണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ ഈ രണ്ട് ഭാഗത്ത് ഓരോ പല്ലുണ്ട്. പക്ഷെ ചവയ്ക്കാനുള്ള പല്ല് മേലെയില്ല. ഇതുപോലെ തന്നെയാണ് താഴെ സിറ്റുവേഷൻ. താഴെ കുറച്ച് പല്ലുകളുണ്ട്. ഹെൽത്തി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ പുറകിൽ പല്ലും ഇല്ല. അതുപോലെ തന്നെ ഇംപ്ലാന്റ് വെക്കാനോ അല്ലെങ്കിൽ എടുത്തു മാറ്റുന്ന പല്ലുകൾ വെക്കാനോ അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എല്ലൊന്നുമില്ല. മേലെ അതെ, അതുപോലെ തന്നെ താഴെ. അപ്പോൾ അവരുടെ കേസിൽ നമ്മൾ എന്താ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്തായിരുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ ഒട്ടും എല്ലില്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ഓഗ്മെൻറ്റേഷൻ ആണ് സജസ്റ്റ് ചെയ്തത്. അതായത് മേലെയാണെങ്കിൽ സൈനസ് ഓഗ്മെൻറ്റേഷൻ, താഴെയാണെങ്കിൽ റിഡ്ജ് ഓഗ്മെൻറ്റേഷൻ. ഗ്രാഫ്റ്റ് ചെയ്ത് എല്ല് വളർന്ന് അതിനുശേഷം വേണമെങ്കിൽ ഇംപ്ലാന്റിലേക്ക് പോകാം. അതല്ലെങ്കിൽ ബേസൽ ഇംപ്ലാന്റ്സ് സജസ്റ്റ് ചെയ്യും. ബേസൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുമ്പം അതിൽ നമ്മൾക്ക് പുള്ളിയുടേതിൽ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. പുള്ളിയുടെ നെർവ് വളരെ മേലെയായിരുന്നു. അപ്പം നമുക്ക് നെർവിൻ്റെ സൈഡിലൂടെ ഇംപ്ലാന്റ് ഇട്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി അതിന് വില്ലിങ് ആയിരുന്നില്ല, ഇനീഷ്യലി അതിന് തീരെ വില്ലിങ് ആയിരുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തത് കാസ്പാഷ്യൽ ഡെൻച്ചറാണ്. പക്ഷേ കാസ്പാഷ്യൽ ഡെൻച്ചർ, പ്രിസിഷൻ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവർ ഡെൻച്ചർ സജസ്റ്റ് ചെയ്തു. താഴെ ഇനിയിപ്പം ബാക്കി പലെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ബാർ റീറ്റെയിൻഡ് ഓവർ ഡെൻച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സജസ്റ്റ് ചെയ്തു. പക്ഷേ പുള്ളിയുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ചവച്ച് കഴിക്കാൻ നല്ല ഫേം ആയിട്ടുള്ള നല്ല ഉറപ്പുള്ള പല്ല് വേണമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആവശ്യം. കുറേ കാലം പല്ല് ചവയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അതെ അതെ. ആക്ച്വലി പറയുകയാണെങ്കിൽ പുള്ളി വളരെ യങ്ങും ആണ്. അപ്പോൾ ഇത്രയും നേരത്തെ തന്നെ ഇങ്ങനെ പല്ലൊക്കെ പോകാൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും? ഇല്ല, പുള്ളിക്ക് യങ് ആയതുകൊണ്ട് തന്നെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, ഷുഗറോ പ്രഷറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ പല്ല് കേടുവന്നു. പല്ല് കേടുവന്നാൽ ഏറ്റവും എളുപ്പമുള്ള ചികിത്സ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് പല്ല് പറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും പുള്ളിയും പല്ല് പറിച്ചു. പല്ല് പറിച്ചിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ എന്തായി, മേലെയും താഴെയും ഇത്രയും കാലം പല്ലോ അതിന് റീപ്ലേസ്മെൻറ്റോ ഇല്ലാതിരുന്നത് കൊണ്ട് പല്ലും അതുപോലെ തന്നെ മോണയും എല്ലും ഒക്കെ നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്ര സിറ്റിംഗ് ആയിട്ട് ഇപ്പം എന്തായാലും ഒറ്റ സിറ്റിങ്ങിൽ തീരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, എത്ര ടൈം എടുത്തിട്ട് എത്ര പ്രാവശ്യമായിട്ടൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്? നമ്മൾ ഇനീഷ്യലി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് താഴെ കടിക്കാനുള്ള പല്ലുകളില്ല. പിന്നെ എപ്പോഴും ഇംപ്ലാന്റ് വെച്ച ഉടനെ അതിന് മേലേക്ക് പല്ല് വെക്കണം എന്നുള്ളൊരു ഓപ്ഷനാണ് പുള്ളിക്ക് വേണ്ടിയിട്ട്. കാരണം പുള്ളി അധികം നാളും പല്ലില്ലാതെ നടക്കാൻ റെഡിയായിരുന്നില്ല. അപ്പോൾ പുള്ളിയുടെ കേസിൽ നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെയും താഴെയും പുള്ളിക്ക് ഇംപ്ലാന്റ് ചെയ്യുക, അതിന് ഉടനടി പല്ല് കൊടുക്കുക. അതുപോലെ തന്നെ മേലത്തെ പല്ല് കട്ട് ചെയ്തതിന് ശേഷം പല്ല് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യലി ചെയ്തത്. അപ്പോൾ താഴെ ആദ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് പല്ലുകൾ പല്ല് വെച്ചുകൊണ്ട് തന്നെ ഒരളവിൽ നമ്മൾ പുള്ളിയുടെ ആ ഒരു ബൈറ്റിൽ നമ്മളൊരു സെറ്റ് പല്ല് ഉണ്ടാക്കി ഇംപ്ലാന്റ് വെച്ച ഉടനെ സെറ്റ് പല്ല് ഫിക്സ് ചെയ്യുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ താഴെ ഇംപ്ലാന്റ് വെച്ച് പല്ല് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലം മാറുന്നില്ല. മേലെ മുന്നിൽ മാത്രമേ പല്ലുള്ളൂ, പുറകിലേക്ക് പല്ലില്ല. അപ്പോൾ അതിനും നമ്മൾ മേലെ തൽക്കാലത്തേക്കൊരു ടെമ്പററി വെച്ച് കൊടുത്തു. മേലെയും താഴെയും ടെമ്പററി വെച്ച് പുള്ളി ഒരു 3-4 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് മെല്ലെ ഫൈനലിലേക്ക് ചേഞ്ച് ചെയ്തത്. മുകളിൽ അവർക്ക് ഇംപ്ലാന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, മുകളിൽ ഇംപ്ലാന്റ്സ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് സ്പാൻ പ്രോസസ്സ് എന്നാണ് നമ്മൾ പറയുക. കുറച്ച് നീളം കൂടിയ ഒരു ഏരിയയാണ് നമ്മൾ ബ്രിഡ്ജിൻ്റെ സഹായത്തോടെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ഒത്തിരി നല്ല ട്രീറ്റ്മെൻറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല. പക്ഷേ പുള്ളിയുടെ ഈ സിറ്റുവേഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള പല്ല് വേണം. അതുപോലെ ഇംപ്ലാന്റ്സോ അല്ലെങ്കിൽ ഓഗ്മെൻറ്റേഷനോ ഒന്നും താല്പര്യമില്ല. ബാക്കിയുള്ള പല്ലൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് പുള്ളിയുടെ കാര്യത്തിൽ ബ്രിഡ്ജായിരുന്നു. പേഷ്യൻറ്റിൻ്റെ ഒരു റെസ്പോൺസ് എന്താ? അവർക്ക് ഓക്കെ ആണോ? പിള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ഹാപ്പി? പുള്ളി വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വന്നത് നമ്മളുടെ അടുത്ത് വന്നത് എന്തായാലും ഊരി മാറ്റുന്ന പല്ലുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. അറ്റ് എനി കോസ്റ്റ് പുള്ളിക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള പല്ല് വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം രീതിയിൽ നമുക്ക് പുള്ളിക്ക് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, അതായത് പുള്ളിയുടെ എക്കണോമിക്കൽ സ്റ്റാൻഡ്, പുള്ളിയുടെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ്, അതുപോലെ തന്നെ പുള്ളിയുടെ
ബാക്കി ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്സ്, പുള്ളിയുടെ പേഴ്സണൽ വിഷസ് എല്ലാം കൂടെ നോക്കിയിട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് നമുക്ക് ഫൈനലി കൊടുക്കാൻ പറ്റിയത്.